നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് കന്നി രാശിയിലേക്ക് സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള മാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണപ്രദമാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള വരവ് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാകും. ഔദ്യോഗിക രംഗത്തുള്ളവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ എന്നിവർക്കെല്ലാം തന്നെ ഈ മാസം വളരെ അനുകൂലമായി വരുന്നതാണ്. കിട്ടാതെ മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകൾ ഒക്കെ അനുകൂലമായി വരുന്നതാണ്. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. കാര്യങ്ങൾ വളരെ അനുകൂലമാകും. അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്ന രോഗികളായവർക്ക് നല്ല ചികിത്സയിലൂടെ അസുഖങ്ങൾ മാറി വരാനിടയാകും. ബന്ധുജനങ്ങളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടക്കും. അതുവഴി സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോകാനും അനുകൂലാവസ്ഥയിലുള്ള സമയമാണ്. പൊതുവിൽ മേടൻ രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമായ മാസമാണ്. ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി ഈശ്വരാധീനം വരുത്തുന്നവർക്ക് വളരെ അനുകൂലമായി കാര്യങ്ങൾ നടന്നു കിട്ടും. അതുപോലെ തന്നെ കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് കന്നിരാശിയിലേക്കുള്ള രവിസംക്രമം വളരെ അനുകൂലമാണ്. കുടുംബത്തിലൈക്യം, രോഗികളായവർക്ക് നല്ല ചികിത്സ ലഭിക്കുക, രോഗശമനം ലഭിക്കുക, കുടുംബത്തിലൈക്യം, അതുപോലെ കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുന്ന കാലമാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മുൻപുണ്ടായിരുന്ന സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറി പല മേഖലകളിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായ സാമ്പത്തിക സ്ഥിതിയൊക്കെ വന്നു ചേരും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തിക നേട്ടം വന്നു ചേരുന്നതാണ്. അതുപോലെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ്. ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി ഈശ്വരാധീനം വരുത്തേണ്ടത് ആവശ്യമാണ്. അടുത്ത നക്ഷത്രക്കാരൊക്കെയാണെന്ന് നോക്കാം. വൃശ്ചികൻ രാശിയിൽപ്പെട്ട വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കും കന്നി രവി സംക്രമം വളരെ അനുകൂലമായിട്ടാണ് കാണാൻ കഴിയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മുടങ്ങിക്കിടന്ന പല പ്രവൃത്തികളും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുകൂല സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. രോഗികളായവർക്ക് നല്ല ചികിത്സയിലൂടെ രോഗശമനമുണ്ടാകുന്നതാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ തീർന്ന് പൊതുവിൽ അനുകൂലമായ ഒരു കാലം വന്നു ചേരുന്നതാണ്. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിക്കാനിടയാകും. പൊതുവെ അനുകൂല സമയമാണ്. വൃശ്ചികൻ രാശിയിൽപ്പെട്ട വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി ദൈവാധീനം വരുത്തേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്ത നക്ഷത്രക്കാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് അഭിവൃദ്ധി കാലമാണ്. കുറച്ചു കാലങ്ങളായി മുടങ്ങിക്കിടന്ന പലതും പൂർത്തിയാക്കാനിടയാകും. ജോലി നഷ്ടം വന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനത്തിന് അനുകൂലമായ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ ഒഴിവായി വളരെ സന്തോഷകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാൻ അവസരം വന്നു ചേരും. ഇങ്ങനെ ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം വരുന്ന നക്ഷത്രക്കാർ രവിസംക്രമം കൊണ്ട് പൊതുവിൽ അനുകൂലമായ ഫലങ്ങളാണ്.
ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി ഈശ്വരാധീനം മെച്ചപ്പെട്ടതാക്കിയെടുക്കുക. കന്നി രവിസംക്രമം കൊണ്ടുള്ള പൊതുവായ കുറച്ചു ഫലങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.